Dear students, today we can discuss the details of budget line. ഓക്കെ, നിങ്ങളെന്താ ബഡ്ജറ്റ് ലൈൻ കേട്ടിട്ടുണ്ടോ? എന്താ ബഡ്ജറ്റ്? നമ്മൾ സാധാ ഒരു ബഡ്ജറ്റ് എന്താണ്? ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻ ദി ഫ്യൂച്ചറിനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എന്നാൽ നമുക്ക് എക്കണോമിക്സിൽ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിച്ച് ഓൾസോ നോൺ ആസ് കൺസ്ട്രെയിൻസ് ആണ്. ആൻഡ് ഇറ്റ് എക്സിബിറ്റ് ഓൾ ദ കോമ്പിനേഷൻ ഓഫ് ടു കമ്മോഡിറ്റീസ് ദാറ്റ് എ കസ്റ്റമർ ക്യാൻ മാനേജ് ടു അഫോർഡ് ദ പ്രൊവൈഡഡ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് വിത്തിൻ ദി പർട്ടിക്കുലർ ഏണിംഗ് ഡിഗ്രി. ഓക്കെ, സോ ബഡ്ജറ്റ് ലൈൻ നമുക്ക് എന്തും കൂടിയും പറയും പ്രൈസ് ലൈൻ എന്നും അറിയപ്പെടുന്നതാണ് കേട്ടോ. എന്നാൽ ബഡ്ജറ്റ് ലൈൻ ഷോ ഹൗ മച്ച് ഓഫ് the income of consumer is allocated for each of the two commodities, say for example x and y. Okay, in simple words it shown the quantity of goods bought at their fixed price with the available income. ഓക്കെ, അപ്പോൾ എന്താ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ മച്ച് ഓഫ് ദ ഇൻകം ഓഫ് കൺസ്യൂമർ ഈസ് അലോക്കേറ്റഡ് ഫോർ ഈച്ച് ഓഫ് ദ ടു കമ്മോഡിറ്റീസ്. എങ്ങനെയാണ് ഒരു കസ്റ്റമർ അയാളുടെ ഇൻകം രണ്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എന്ത് ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ബഡ്ജറ്റ് ലൈൻ മീൻസ് ഹൗ മച്ച് ഓഫ് ആൻ ഇൻകം ഓഫ് കൺസ്യൂമേഴ്സ് ഈസ് അലോക്കേറ്റഡ് ഫോർ ഈച്ച് ഓഫ് ദ ടു കമ്മോഡിറ്റീസ്. ഓക്കെ, രണ്ട് കമ്മോഡിറ്റീസ് വാങ്ങാൻ വേണ്ടിയിട്ട് അയാളുടെ ഇൻകം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, so the budget line is a graphical delineation of all feasible combination of two commodities that can be bought with the provided income and cost, so that the price of each those combination is equivalent to the monetary earnings of the customer. ആ കസ്റ്റമറിൻ്റെ ഇൻകത്തിനനുസരിച്ച് അയാൾ രണ്ട് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ലൈനാണ് ഇത് ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ബഡ്ജറ്റ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് ലൈൻ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റ് ലൈനിനെ പ്രൈസ് ലൈൻ എന്നും അറിയപ്പെടും. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് പ്രൈസ് ലൈൻ ബിക്കോസ് എന്താ കാരണം പ്രൈസ് ലൈൻ എന്ന് പറയാൻ കാരണം എന്താ, ഇറ്റ് റിഫ്ലക്ട് ദ പ്രൈസ് ഓഫ് ടു ഗുഡ്സ്. രണ്ട് ഗുഡ്സിൻ്റെ വിലകൾ തമ്മിലുള്ള ഷോ ചെയ്യുന്നുണ്ടാകുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ഓൾസോ കോൾഡ് പ്രൈസ് ഇൻകം ലൈൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ അറിയപ്പെടും, പ്രൈസ് ലൈൻ എന്നറിയപ്പെടും, അതുപോലെ തന്നെ പ്രൈസ് ഇൻകം ലൈൻ or outlay line or resource line or price opportunity line. ഓക്കെ, ഓർ എക്സ്പെൻഡിച്ചർ ലൈൻ. അങ്ങനെ ഡിഫറെൻറ്റ് നെയിംസിൽ എന്തറിയപ്പെടുന്നുണ്ട്, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ആർ ദ പ്രൈസ് ആൻഡ് ഇൻകം ലൈൻ. അല്ല, ഇതിപ്പോൾ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കാൻ നിൽക്കണ്ട. അതെന്താണ്, നമ്മുടെ ബഡ്ജറ്റ് ലൈനിനെയാണ് എന്ത് പറയുന്നത്, പ്രൈസ് ഇൻകം ലൈൻ എന്നും അതുപോലെ തന്നെ ഔട്ട്ലേ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റ് ലൈനിൻ്റെ ഡെഫിനിഷനാണ് എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ റിസോഴ്സസ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ഓപ്പർച്യൂണിറ്റി ലൈന് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ലൈനിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം, ബഡ്ജറ്റ് ലൈനാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ഓർമ്മ വരണം. ഓക്കെ, so we can find that there are two basic elements of budget line are. രണ്ട് ബേസിക് എലമെൻറ്റ്സ് ആണ് ബഡ്ജറ്റ് ലൈനിനെ സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് വൺ ദ കൺസ്യൂമേഴ്സ് പർച്ചേസിങ് പവർ ആൻഡ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ബോത്ത് പ്രൊഡക്റ്റ്. ഓക്കെ, കൺസ്യൂമർ പർച്ചേസിങ് പവറും അതുപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകവും അതുപോലെ മാർക്കറ്റിലെ ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആണ് എന്ത് സൂചിപ്പിക്കുന്നത്, എലമെൻറ്റ്സ് ആയിട്ട് ബഡ്ജറ്റ് ലൈനിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, then we can discuss the features. Some of the properties of the budget line are it is a negative slope. Okay, if the line is downward is shown the reverse correlation between the two product. Okay, ഈ ബഡ്ജറ്റ് ലൈനിന് എന്ത് സ്ലോപ്പാണ്, ഡൗൺവേർഡ് സ്ലോപ്പാണെന്നാണ് പറയുന്നത്. ഒരു ഫീച്ചർ അതാണ്. ദെൻ എന്താ പിന്നെ അടുത്തൊരു ഫീച്ചർ പറഞ്ഞിട്ടുള്ളത്, ആ നെഗറ്റീവ് സ്ലോപ്പുള്ള ലൈൻ എന്തായിരിക്കും, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അത് കോൺവെക്സ് ഒറിജിൻ അങ്ങനത്തെ വളഞ്ഞിട്ടുള്ളതായിരിക്കില്ല, സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു ലൈനായിരിക്കും ഇത് ബഡ്ജറ്റ് ലൈൻ. സോ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ കണ്ടിന്യൂസ് മാർക്കറ്റ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഇൻ ഇൻഡിവിജ്വൽ കോമ്പിനേഷനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു കസ്റ്റമേഴ്സിൻ്റെ രണ്ട് പ്രൊഡക്റ്റ് തമ്മിലുള്ള കോമ്പിനേഷനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, നമ്മളെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അവിടെ സ്ട്രൈറ്റ് ലൈനാണ്. ദെൻ
അടുത്തത് റിയൽ ഇൻകം ഓഫ് ലൈൻ. ഇറ്റ് ഡിനോട്ടഡ് ദ ഇൻകം ഓഫ് ദ സ്പെൻഡിങ് സൈസ് ഓഫ് എ കസ്റ്റമർ. അല്ലേ, ഒരു കസ്റ്റമർ 2 പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അയാളെ ഇൻകം എത്രത്തോളം ഉപയോഗിക്കുന്നു എന്ന് കാണിക്കുന്നതും ഏതാണ്, ഈ ബജറ്റ് ലൈനിലുള്ളതാണ്. ഓക്കെ, അതൊരു ഫീച്ചറാണ്. ദെൻ നെക്സ്റ്റ് വൺ, ടാൻജൻറ്റ് ടു ഇൻഡിഫറൻറ്റ് കർവ്. ഓക്കെ, ടാൻജൻറ്റ് ടു ഇൻഡിഫറൻറ്റ് കർവിൽ പറഞ്ഞിട്ടുള്ളത് ഇഫ് ദ പോയിൻറ്റ് വെൻ ദ ഇൻഡിഫറൻസ് കർവ് മീറ്റ് ദ ബജറ്റ് ലൈൻ, ദിസ് പോയിന്റ് ഈസ് കോൾഡ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അല്ലേ, ടാൻജൻറ്റ് ടു ഇൻഡിഫറൻറ്റ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബജറ്റ് ലൈന് ഇൻഡിഫറൻറ്റ് കർവുമായി തമ്മിൽ കൂട്ടിമുട്ടുന്നൊരു പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഞാൻ ഞങ്ങൾ നോട്ട്സിൽ വിടുന്നുണ്ട്. ആ ഗ്രാഫൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ആ കൂട്ടിമുട്ടുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫീച്ചേഴ്സ് ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ നെഗറ്റീവ് സ്ലോപ്പ് ആൻഡ് സ്ട്രൈറ്റ് ലൈൻ. ദെൻ റിയൽ ഇൻകം ലൈൻ. ദെൻ ലാസ്റ്റ് വൺ, ടാൻജൻറ്റ് ടു ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഇനി നമുക്ക് അസംഷൻസ് നോക്കാം. ബജറ്റ് ലൈന് എന്തൊക്കെ അസംഷൻസ് ഉള്ളതെന്ന്. ഓക്കെ, ദ ബജറ്റ് ലൈൻ ഈസ് ദ മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ദ അസംഷൻ ആൻഡ് നോട്ട് എ റിയാലിറ്റി. Okay, however, to get a clear and precise result and summary, the economists consider the following points in terms of the budget line. Okay, assumptions, നാല് assumptions ഉണ്ട്. First one, 2 commodities. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കസ്റ്റമേഴ്സിൻ്റെ അയാൾ സ്പെൻഡ് ചെയ്യുന്ന 2 പ്രൊഡക്റ്റിൻ്റെ മുകളിലാണ് എന്ത് കണ്ടെത്തുന്നത്, ബജറ്റ് ലൈന് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ 2 commodities ആണ്. ദ എക്കണോമിക്സ് അസ്യൂം ദാറ്റ് ദ കസ്റ്റമർ സ്പെൻഡ് ദെയർ ഇൻകം ടു പർച്ചേസ് ഓൺലി 2 പ്രൊഡക്റ്റ്. വെറും 2 പ്രൊഡക്റ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുന്ന ഒരു ലൈനാണ് ഇത് ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് 2 commodities കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇൻകം ഓഫ് ദി കസ്റ്റമർ. ഓക്കെ, ഇൻകം ഓഫ് ദി കസ്റ്റമർ പറഞ്ഞാൽ ദ ബയേഴ്സ് ഓഫ് ദ ഇൻകം ഈസ് ലിമിറ്റഡ്. ഓക്കെ, ഇവിടെ ഈ വാങ്ങുന്ന കസ്റ്റമറിൻ്റെ ഇൻകം എന്താണ്, ലിമിറ്റഡ് ആണ്. ആൻഡ് ഈസ് ഡിസൈൻ ടു ബൈ ഓൺലി 2 പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഇൻകം ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യുള്ളൂ, ആകെ 2 പ്രൊഡക്റ്റ് വാങ്ങുന്നുള്ളൂ എന്നാണ് ഇൻകം ഓഫ് ദ കസ്റ്റമറിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി അടുത്തത് മാർക്കറ്റ് പ്രൈസ് എന്നുള്ളൊരു അസംഷനാണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കോസ്റ്റ് ഓഫ് ഈച്ച് കമ്മോഡിറ്റി ഈസ് നോൺ ആസ് ടു ദി കസ്റ്റമർ. എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെയും വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് കറക്റ്റായിട്ട് ആർക്കറിയാം, നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും എന്നുള്ള ഒരു അസംഷനാണ് അവിടെ ഉള്ളത്. ദെൻ എക്സ്പെൻസസ് ഈസ് സിമിലർ ടു ഇൻകം. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കസ്റ്റമർ സ്പെൻഡ് ആൻഡ് കൺസ്യൂം ദ ഹോൾ ഇൻകം. ഇവിടെ ഈ അസംഷൻസ് ബജറ്റ് ലൈനിൽ പറഞ്ഞിട്ടുള്ള അയാൾക്ക് കിട്ടിയിട്ടുള്ള ഇൻകം മൊത്തം എന്തുമിൽ ചിലവാക്കുന്നതാണ്, ഈ 2 പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ചിലവാക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചതൊക്കെ ഇങ്ങനെ ചിലവാക്കും, അത് വെറും ഒരു ഇമാജിനറി തോട്ട് മാത്രമാണ് ഈ അസംഷൻസ്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് എന്താക്കി മാറ്റാം, അതിൻ്റെ ലിമിറ്റേഷനായിട്ട് മാറ്റാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ടേമാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെ, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ എയിം ഓഫ് എവരി കസ്റ്റമർ അല്ലെങ്കിൽ എവരി കൺസ്യൂമർ ഈസ് ടു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദെയർ ഗുഡ്സ് പർച്ചേസ്ഡ്. അല്ലേ, നമുക്കറിയാം ഓരോ കസ്റ്റമറിനും അയാൾ സാധനം വാങ്ങുമ്പോൾ അതിൽ എന്ത് വേണം, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് എന്ത് ഓരോ കസ്റ്റമറുടെയും ലക്ഷ്യമായിട്ട് പറയുന്നത്. സോ he want to reach the highest possible indifference curve, but there are certain limit. This limit are relating to his money income and the price of the goods. Okay, so the budget line describe this limit. Okay, before explaining the consumer equilibrium, let's make a following assumptions. Is that first one, every consumer has a scale of preference. ഓക്കെ, ഓരോ കസ്റ്റമേഴ്സിനും അയാളുടേതായിട്ടുള്ള പ്രിഫറൻസ് ഉണ്ട് അല്ലേ. ആൻഡ് നെക്സ്റ്റ് വൺ, ഹി ഹാസ് എ ഗിവൺ എമൗണ്ട് ഓഫ് ഇൻകം ടു സ്പെൻഡ്. അയാൾ ഒരു നിശ്ചിത അളവ് ഇൻകം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആർ ഗിവൺസ് ആർ കോൺസ്റ്റൻറ്റ്. ആ സാധനത്തിൻ്റെ വില എന്തെന്നില്ല, ചേഞ്ചസ് വരുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്, ഒരു ചേഞ്ചസും വരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഗുഡ്സ് ആർ ഹോമോജീനിയസ് ആൻഡ് ഡിവിസിബിൾ. ആ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരുപോലെ തരത്തിലുള്ളതാണ് ആൻഡ് കാണാൻ പറ്റുന്നതുമാണ്. ഓക്കെ, ഡിവിസിബിൾ ആണ്. ഓക്കെ, ദെൻ ദ കൺസ്യൂമേഴ്സ് ഈസ് റേഷണൽ ആൻഡ് ട്രൈ ടു മാക്സിമൈസ് ഈ സാറ്റിസ്ഫാക്ഷൻ. എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സ് റേഷണലാണ്, അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യും, അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ദെൻ where the consumer get maximum satisfaction is said to be an equilibrium. ഏത് പോയിന്റിലാണോ അവർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ കിട്ടുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, when the indifferent map and budget line are combined together we can find out the consumers equilibrium. അല്ലേ,
സോ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വെൻ ദ കൺസ്യൂമർ ഗെറ്റ് എ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹീ സെറ്റ് ടു ഗെയിൻ ഇക്വിലിബ്രിയം. ഒരു കസ്റ്റമേഴ്സിന് ഏത് ഈ പോയിന്റിലാണോ ഏറ്റവും കൂടുതൽ മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ആ പോയിന്റ് നമുക്ക് എന്ത് പറയാം, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയാം. സോ വെൻ ദി ഗ്രാഫിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദ ഇൻഡിഫറൻറ്റ് മാപ്പ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ ആർ കമ്പൈൻഡ് ടുഗദർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലേ. നമ്മളിവിടെ അസംഷൻസിൽ അല്ലാതെ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ട് ടാൻജൻറ്റ് ടു ഇൻഡിഫറൻറ്റ് കർവ്, അതാണ് നമ്മുടെ എന്തായിട്ട് വന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിൻ്റ്, അതുപോലെ തന്നെ ബജറ്റ് ലൈനും ഇൻഡിഫറൻറ്റ് കർവും അല്ലെങ്കിൽ ഇൻഡിഫറൻറ്റ് മാപ്പും തമ്മിൽ കൂട്ടി യോജിക്കുന്ന പോയിൻ്റ് ഏതാണോ ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എന്താ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം? ദെൻ ഇനി അടുത്തൊരു ടേമാണ് ഇൻകം എഫക്റ്റ് ഓർ ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ഇൻകം കൺസംഷൻ കർവ്, ICC എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വാട്ട് ഈസ് ICC എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണം എന്താണത്, ഇൻകം കൺസംഷൻ കർവ്. ഓക്കെ, ICC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം കൺസംഷൻ കർവ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻ ദി ഇൻഡിഫറൻറ്റ് കർവ് അനാലിസിസ് വി മെയ്ഡ് ദാറ്റ് ഹാവ് ടു assumptions. That one assumption is that income of the consumers are remain constant അല്ലേ. ഒരു നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ അസംഷൻസ് പറഞ്ഞു, മെയിനായിട്ട് 2 അസംഷൻസ് പറഞ്ഞു. ആ പറഞ്ഞതിൽ ഒന്ന് എന്തായിരുന്നു, ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്, കസ്റ്റമേഴ്സിൻ്റെ ഇൻകത്തിൽ ചേഞ്ചസ് ഇല്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് രണ്ടാമത്തെ അസംഷൻസ് പറയുന്നത് എന്താ, പ്രൈസ് ഓഫ് ദ 2 ഗുഡ്സ് ആർ റിമെയിൻ കോൺസ്റ്റൻറ്റ് അല്ലേ. 2 പ്രൊഡക്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ലൈനായാലും ഇൻഡിഫറൻറ്റ് കർവിലായാലും എന്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്, അവിടുത്തെ പ്രൈസ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ അസംഷൻ പറഞ്ഞു കസ്റ്റമേഴ്സിൻ്റെ ഇൻകം കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആർ കോൺസ്റ്റൻ്റ്, സാധനത്തിൻ്റെ വില കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ദെൻ ഹൗവർ ഇൻ റിയാലിറ്റി ദിസ് അസംഷൻ ഡു നോട്ട് ഹോൾഡ് എ ഗുഡ് അല്ലേ. പക്ഷേ ഇന്നത്തെ റിയൽ ലൈഫിൽ നമുക്ക് പറയാൻ പറ്റുമോ കസ്റ്റമേഴ്സിന് ഇൻകം എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് ഇന്നും നാളെ കുറേ ദിവസങ്ങളിലായിട്ട് അതേ വാല്യൂ എന്ന് പറയാൻ പറ്റുമോ അല്ലേ, പറ്റുമോ? ഇല്ല. എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ട്, കറണ്ട് ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. സോ ദ റിയാലിറ്റി ദിസ് അസംഷൻ ഡു നോട്ട് ഹോൾഡ് എ ഗുഡ്. സോ ദിസ് മീൻസ് ദാറ്റ് ദിസ് അസംഷൻ ക്യാൻ ബി ചേഞ്ച് ഇൻ റിയാലിറ്റി അല്ലേ, ചേഞ്ചസ് വരുന്നുണ്ട്. ചേഞ്ചസ് ഓഫ് ദ ഇൻകം ആൻഡ് പ്രൈസ് വിൽ അഫക്റ്റ് ദി കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പം കസ്റ്റമേഴ്സിൻ്റെ ഇൻകം ചേഞ്ച് വന്നാലും ആ പ്രൈസിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും എന്താവും, കൺസ്യൂമേഴ്സിന് ഇക്വിലിബ്രിയത്തിലും ചേഞ്ചസ് വരുന്നതാണ് പറയുന്നത്, അതിനെ എഫക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ എഫക്റ്റ് ഓഫ് ദ ചേഞ്ച് ഓഫ് കൺസ്യൂമേഴ്സ് ഇൻകം ഓൺ ഹിസ് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിമാൻഡ് ഓഫ് 2 കമ്മോഡിറ്റീസ് ഈസ് നോൺ ആസ് ഇൻകം എഫക്റ്റ്. ഓക്കെ, എന്താ അപ്പോൾ ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം, ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കൺസ്യൂമേഴ്സ് ഇൻകം ഓൺ ഹിസ് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ഡിമാൻഡ് ഓഫ് 2 കമ്മോഡിറ്റീസ്. ഓക്കെ, ഇവിടെ പറഞ്ഞ പ്രൈസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഈസ് നോൺ ആസ് ഇൻകം എഫക്റ്റ്. ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ഓൺ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ഓൺ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് കോൾഡ് ഇൻകം എഫക്റ്റ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻകം, നേരത്തെ നമ്മൾ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഏതാണ്, ഇൻകം ആയാലും പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആയാലും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. എന്നാൽ ഈ സിറ്റുവേഷനിൽ ഇൻകം എഫക്റ്റിൽ എന്താണ് പറയുന്നത്, ചേഞ്ച് ഓഫ് ഇൻകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. അത് നമ്മളെ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി ഡിമാൻഡിലെയും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും, നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ചേഞ്ചസ് ആവും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എ എഫക്റ്റ് ഓൺ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ എഫക്റ്റ് ഓഫ് എ ചേഞ്ച് ഓഫ് ഇൻകം on quantity demanded and on consumers equilibrium is called income effect. Okay, it is the effect of change in income on quantity demanded on consumers equilibrium. അതാണ് എന്ത്, നമ്മുടെ ഇൻകം എഫക്റ്റ്. ഓക്കെ, നേരത്തെ എല്ലാതും കോൺസ്റ്റൻ്റ് ആണ്, എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻകത്തിൽ മാറ്റം വരുമ്പോൾ ഡിമാൻഡിൽ എങ്ങനെയൊക്കെ ചേഞ്ചസ് വരുന്നു എന്നുള്ളത് പറയുന്ന ഒരു കർവാണ് ഏത്, ഇൻകം എഫക്റ്റ് ആൻഡ് ഇൻകം കൺസംഷൻ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇൻകം എഫക്റ്റ് ഓർ ചേഞ്ച് ഇൻ ഇൻകം അല്ലെങ്കിൽ ഇൻകം കൺസംഷൻ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 3 ചോദിച്ചാൽ എന്താണ്, ഒന്ന് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, ദെൻ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേസ് സെക്ഷൻ. താങ്ക് യു.